എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബീഫ് തേങ്ങാക്കൊത്ത് ഉലർത്താണ്. നല്ല സ്വാദാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ബീഫ് റെസിപ്പികൾ കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും ഇതുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോകൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ബീഫ് തേങ്ങാക്കൊത്ത് ഉലർത്ത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉലർത്ത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടും അതും തന്നെ നാടൻ രീതിയിലുമാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ബീഫ് തേങ്ങാക്കൊത്ത് ഉലർത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ പോലെ 5-6 കഷ്ണം നാളികേരം കൊത്താക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി വഴറ്റുന്ന നാളികേരത്തിലേക്ക് 400 ഗ്രാം അളവില് കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സവാളയും എടുക്കാവുന്നതാണ്. എങ്കിലും കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ് ഈ ഒരു ഉലർത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. കൊച്ചുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതുകൂടി ചേർക്കാം. വീണ്ടും വഴറ്റാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് 2 ബോൾ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ചേർക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ചേർക്കാം. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് ഒന്ന് 1 മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് കഷ്ണങ്ങൾ ചേർക്കാം. ബീഫും ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ബീഫ് കഷ്ണങ്ങൾ നല്ല വെളുത്ത കളറിലേക്ക് ആയി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ്. ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കരുത്. കുറഞ്ഞ അളവിൽ മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. ഇപ്പോൾ ബീഫിൽ നിന്നും ധാരാളം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേവിച്ചെടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ ഇതുപോലെ പാനിൽ വെച്ച് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു ഉലർത്തിന് നല്ല സ്വാദ് കിട്ടുക. ഇനിയിപ്പോൾ നമ്മുടെ പാചകത്തിന്റെ എളുപ്പത്തിനായിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബീഫില് ധാരാളം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കുക്കറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിയ പാനിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ബീഫ് ഞാനിവിടെ കുക്കറിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ബീഫിൽ അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് ഞാനിതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല. കുക്കറിന് മൂടിയടച്ചു കൊടുക്കാം. കുക്കർ മൂടിക്കഴിഞ്ഞാൽ നന്നായിട്ട് എയർ പുറത്തേക്ക് വരുന്ന സമയത്തായിരിക്കണം ഇതിന്റെ ആ ഒരു വിസിൽ ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യ വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയാകും. ഒരുപാട് നേരമൊന്നും ബീഫ് വേവിച്ചെടുക്കരുത്. ഇപ്പോൾ കുക്കറിൽ നിന്നും ആവി പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലാണ്. അതിനുശേഷം 3 വിസില് ഈ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഒരു 3-4 വിസില് കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതുപോലെയാണ് ബീഫ് ഇവിടെ വേവായി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഇത് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ഉരുളിയിലേക്ക് തന്നെ മാറ്റാം. നമ്മൾ ബീഫിൽ ഒരു തുള്ളി പോലും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇപ്പൊ അത്യാവശ്യം നല്ല വെള്ളത്തോടു കൂടി തന്നെയാണ് ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫില് അത്യാവശ്യം വെള്ളമെല്ലാം ഉണ്ട്. ഈ ഒരു വെള്ളം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി ബീഫ് നല്ല കുറുകിയ പാകത്തിലേക്കൊന്ന് ആയി വരണം. അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ബീഫ് ഒന്ന് നല്ല കുറുകിയ പാകത്തിലേക്കൊന്ന് ആയി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും അത്യാവശ്യം വെള്ളമൊക്കെ ബീഫിലുണ്ട്. ഈ ഒരു വെള്ളം ഒന്ന് വറ്റി വരണം. അതുവരെയും നമുക്ക് കഷ്ണങ്ങൾ ഇതുപോലെ നിരത്തി വെച്ച് വേണം ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട്. ബീഫ് ഒരുപാട് ഓവറായിട്ട് നിങ്ങൾ വേവിച്ചെടുക്കരുത്. അത്യാവശ്യം ഒരു വേവ് നിർത്തി വേണം നമുക്കിതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ 2-3 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും
ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയ പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടിയുമാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം പൊടി, 1 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലകൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലകളൊക്കെ ഒന്ന് മുരിവായി കിട്ടാനായിട്ട് നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കണം. ഇതുപോലെ ബീഫ് കഷ്ണങ്ങളൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മസാല മുരിയിച്ച് കഴിഞ്ഞാൽ ബീഫ് തേങ്ങാക്കൊത്ത് ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് മസാലകളൊക്കെ ഒന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാകമായാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബീഫ് കഷ്ണങ്ങൾ മുരിയിച്ചെടുക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബീഫ് തേങ്ങാക്കൊത്ത് ഉലർത്ത് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.